എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരുടെയും വലിയൊരു ദുഃഖമാണ് തങ്ങളെ സ്നേഹിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ഇല്ലാതെയാവുന്നു, തങ്ങളെ അവഗണിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും ഏതാനും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ആ പ്രണയത്തിൻ്റെ തീ അങ്ങ് കെട്ടുപോകുന്നു. അപ്പോൾ ജീവിതാവസാനം വരെ ആ ഒരു പ്രണയം നിലനിന്നാൽ മാത്രമേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ആ ഒരു പ്രണയം നിലനിന്നെങ്കിൽ മാത്രമേ ആ ഒരു കുടുംബജീവിതം പോലും അവിടെ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രണയത്തിൻ്റെ തീ കെട്ടുപോയാൽ അന്ന് തൊട്ട് ആ കുടുംബജീവിതം വളരെയധികം വിരസമായിത്തീരും, നരകമായിത്തീരും. അപ്പോൾ പിന്നീട് അധികം മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റത്തുമില്ല. കാരണം ആ പ്രണയമാണ് അതിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രണയം നിലനിർത്താനായിട്ട് നമുക്കെന്നും സാധിക്കണം. തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തോളിൽ കൈയിട്ട് നടക്കും, കയ്യിൽ പിടിച്ച് നടക്കും, ബസ്സിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ചേർന്നിരിക്കും. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ മുന്നിൽ പുറകിൽ നടക്കാൻ തുടങ്ങും. ഒരാൾ മുന്നേ നടക്കും, മറ്റേ ആൾ പുറകെ നടക്കും. ബസ്സിലാണെങ്കിൽ അവർ ഒരുമിച്ചിരിക്കത്തില്ല, ഒരാൾ മുന്നിലിരിക്കും, മറ്റൊരാൾ പുറകിലിരിക്കും. ആ രീതിയിൽ ഒരുമിച്ചൊന്നും കൈ പിടിച്ചു പോലും പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നു, അപ്പോൾ പോലും കൈ പിടിക്കത്തില്ല. ഇനി അത് തന്നെയല്ല, വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭർത്താവ് ആദ്യമേ ഒരു ബസ്സിൽ കയറി പോകും, ഭാര്യ പിന്നെ രണ്ടാമത്തെ ബസ്സിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഭാര്യ ഒരു ബസ്സിൽ പോകും, ഭർത്താവ് മറ്റൊരു ബസ്സിൽ പോകും. ആ ഒരു രീതിയിലൊക്കെ ആവും. കാരണം ആ മനസ്സുകൾ അവിടെ അകലാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു പ്രണയം അവിടെ കെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളത നിലനിർത്താനും, അപ്പോൾ നമ്മളെ അവഗണിക്കുന്നവർ നമ്മളെ അങ്ങനെ അവഗണിക്കാതെ തിരിച്ച് കൂടുതൽ സ്നേഹിക്കാനും ഒക്കെയുള്ള ചില ടിപ്പുകളാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള ജാതിത്തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്ത തേനുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കക്ഷി ഉണ്ടാക്കിയതാണ്, കളക്ട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യണം. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തരാം. ഒന്നാമതായിട്ട് 100% നമ്മൾ ആർക്കും സ്വന്തമാകരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരാൾക്ക് 100% സ്വന്തമായി എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. ഇടയ്ക്ക് ഞാൻ അങ്ങനെ 100% അങ്ങ് ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു വാഹനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ വാഹനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഈ വാഹനം മേടിക്കണമെന്ന് കൊതിക്കുന്നു. പക്ഷേ അത് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഇത് എപ്പോഴും നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ ചിലപ്പം ഉറങ്ങാതെ പോലും രാത്രിയിലൊക്കെ ഒന്ന് അങ്ങനെ നോക്കി നിൽക്കും എൻ്റെ ഭംഗിയൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു അതിനെക്കുറിച്ച്. നമ്മൾ എപ്പോഴും അത് തേച്ച് കഴുകുന്നു, എവിടെയെങ്കിലും പോയി ഒരു ഇച്ചിരി ചെളിയായാൽ തന്നെ അത് തുടച്ച് കഴുകുന്നു. അങ്ങനെ ഭയങ്കര കെയറും സ്നേഹമൊക്കെയാണ്. പക്ഷേ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ വണ്ടിയെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ആ വണ്ടി ആ ഷെഡിൽ കിടക്കും. വല്ലപ്പോഴൊക്കെ നമ്മളത് ഉപയോഗിക്കും. ഇനി ഉപയോഗിച്ചാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല. എപ്പോഴും കഴുകി വൃത്തിയാക്കത്തൊന്നുമില്ല. ചിലപ്പം ചേറിൻ്റെ അകത്ത് കൂടെ പോയാൽ പോലും ആ ചെളി പിടിച്ച് വീട്ടിൽ കിടക്കും. അപ്പോൾ ആ പണ്ടത്തെ എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പോയി. കാരണം എന്താണ്, അത് നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ്, നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് ആ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നതിന് മുമ്പ് നമുക്ക് അതിനോട് വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. പക്ഷേ ഇത് നമ്മുടെ 100% സ്വന്തമായി കഴിയുമ്പോൾ, അങ്ങനെ 100% സ്വന്തമാക്കുന്ന ഒന്നിനോട് നമുക്ക് പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആ ഒരു കൗതുകം നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ശരിയാണ്. അത് പ്രത്യേകിച്ചും വിവാഹത്തിന് മുമ്പ് നമ്മളിങ്ങനെ 100% ഒരാൾക്ക് സ്വന്തമായി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് നമ്മുടെ മേലുള്ള ഒരു കൗതുകവും ആ ഒരു ഇഷ്ടവും എല്ലാം അവിടെ തന്നെ തീരുകയും പിന്നീട് അവർ നമ്മളെ ഒരു മടുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ചെയ്യുകയും ചെയ്യും. അത് തന്നെ ആ ഒരു പുതുമ എപ്പോഴും നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു പുതുമ നിലനിർത്താനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പം 100% നമ്മൾ അവർക്ക് സ്വന്തമായാലും അങ്ങനെ ആയിട്ടില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എപ്പോഴും കൊടുക്കരുത്, ഇടയ്ക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങൾ പ്രേമലു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, ജസ്റ്റ് കിഡിങ് ജെ.കെ എന്നൊക്കെ പറയുന്ന നമ്മുടെ ആദി എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മമിതയുടെ കഥാപാത്രത്തിന് അദ്ദേഹത്തോട് പ്രേമമാണ്, അല്ലെങ്കിൽ അവൾക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പിന്നെ അദ്ദേഹം ചെയ്യുന്നത് അവളെ പിന്നെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ആദ്യമേ നടക്കുന്നു. പക്ഷേ ഇവളെ ഏകദേശം എനിക്ക് സ്വന്തമായി സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ എന്താ ചെയ്യുന്നത്, അയാൾക്ക് പുതുമയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയാൾ പിന്നെ അവിടെ റൂൾ ചെയ്യാനായിട്ട് തുടങ്ങണം. അവളുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാനായിട്ട് തുടങ്ങുന്നു. കാരണം ഇവളേക്കൽ എന്നെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇവളെ ഭരിക്കും എന്നുള്ള രീതിയിൽ അവളുടെ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങുന്നു. അവളുടെ ഫ്രീഡം പോലും ബ്ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവളെ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്ന പിന്നെ അയാളാണ്. അല്ലെങ്കിൽ ആരുടെയൊക്കെ കൊടുത്തി നടക്കണം, ആരുടെയൊക്കെ കൊടുത്തി നടക്കാൻ പാടില്ല എന്ന് അയാൾ തന്നെ അങ്ങ് ഏറ്റെടുത്ത് തീരുമാനിക്കുകയാണ്. കാരണം അവിടെ അയാൾ വിചാരിക്കുന്ന ഇവിടെ എനിക്ക് 100% സ്വന്തമായി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും 100% സ്വന്തമായി കഴിഞ്ഞു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് പോയി. കാരണം 100% സ്വന്തമാക്കിയ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പിന്നെ പരിശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ അതുകൊണ്ടായ സ്നേഹത്തിന് വേണ്ടി പിന്നെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുരുഷന്മാരാണ് ഒരുപാട് പെൺകുട്ടികളുടെ പുറകെ ഇങ്ങനെ നടക്കുകയും സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും വിവാഹം കഴിയുമ്പോൾ നേരെ തിരിച്ചു വരും. അതായത് ഈ പറഞ്ഞ ഭാര്യയെ
പിന്നെ ഒരു മൈൻഡ് ചെയ്യാതെയാവും. പിന്നെ അവളാണ് എന്നെ ഒന്ന് സ്നേഹിക്കണ ചേട്ടാ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത്. ഇപ്പോൾ ഒരു പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും ആദ്യമേ ഒരു രാജ്ഞിയെ പോലെ തലയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവൻ വിചാരിക്കുന്ന ഇവളെ എനിക്ക് എന്നേക്കുമായിട്ട് സ്വന്തമായി, അപ്പോൾ ഇനി എന്നെ വിട്ടു പോകത്തില്ല, അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല, ഇവളെ എനിക്ക് 100% സ്വന്തമായി എന്നുള്ളൊരു ധാരണയിൽ പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെയാവുന്നു, വല്ലാണ്ട് അവഗണിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഒരുപാട് നീറി കഴിയുന്ന ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനിച്ച് കഴിയുന്ന ഭാര്യമാരുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരും, അല്ലെങ്കിൽ ചിലപ്പം മറ്റു റിലേഷനൊക്കെ തുടങ്ങി അവരുടെ പുറകെ പോകുന്ന ഭാര്യമാരും. അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് പുരുഷന്മാർ മാത്രമാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാർ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് ഏര, പുരുഷന്മാർ മാത്രമാണ് ഏര, അങ്ങനെയൊന്നുമില്ല. ഇവിടെ സ്ത്രീകൾ ഇരയാക്കപ്പെടാറുണ്ട്, പുരുഷന്മാർ ഇരയാക്കപ്പെടാറുണ്ട്, സ്ത്രീകളും തേക്കാറുണ്ട്, പുരുഷന്മാരും തേക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള കേസുകളാണ്. മാത്രമല്ല, ഒരാളെ നമ്മൾ 100% സ്വന്തമാക്കുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എന്ത് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ നമ്മളവിടെ സെൽഫ്ലെസ് ആവും, നമ്മളൊരു സെൽഫിഷ്നെസ്സും അവിടെ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ ഒരു സെൽഫിൻ്റെ ഇഷ്ടം അവിടെ മാറ്റി വെക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവരെ 100% സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ തന്നെ സെൽഫിഷ്നെസ്സാണ് അവിടെ പൊങ്ങി വരുന്നത്. പിന്നെ നമ്മളാണ് അവിടുത്തെ രാജാക്കന്മാർ. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് പുരുഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പം അവന് ഇപ്പോൾ ബസ്സിലിരിക്കാൻ ഇട കിട്ടിയാൽ ഉടനെ അവൻ പറയും മോളിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിട്ട് ഇപ്പോൾ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ഇടയില്ലെങ്കിൽ അവളെ അവിടെ ഇരുത്തും. എന്നാൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് യാത്ര ചെയ്യുകയാണ്, ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ, ഉടനെ അവൻ അവിടെ ചാടി കയറിയിരിക്കും, അവളെ അവിടെ നിർത്തുകയും ചെയ്യും. അതാണ് അവസ്ഥ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ആ ഒരു സെൽഫിഷ്നെസ്സാണ് മുന്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിർത്തണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ വളരെ സ്നേഹത്തോട് 100% അവർക്ക് നമ്മൾ സ്വന്തമാണെന്നുള്ള രീതിയിൽ പെരുമാറിയാൽ ചിലപ്പം അത് അവരോർക്കും ഇനി ഇവരെ നഷ്ടപ്പെടാനില്ല എന്നോർത്ത് പിന്നെ ആ സ്നേഹബന്ധത്തിൽ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഇടയ്ക്ക് 100% നമ്മൾ അവർക്ക് സ്വന്തമായിട്ടില്ല എന്നൊന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ്, അല്ലെ അങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമ്മളെ വീണ്ടും സ്വന്തമാക്കാനായിട്ട് അവർ വീണ്ടും ഈ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ കൈവിട്ട് പോകാതിരിക്കാനാണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് അവരുടെ മനസ്സിൽ നിലനിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നമ്മളിങ്ങനെ നിലനിന്നാൽ മാത്രമേ അവർക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരോട് എന്തെങ്കിലുമൊക്കെ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഒരു കഥയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ. പക്ഷേ അത് മുഴുവനും നിങ്ങൾ പറയരുത്, പകുതി പറഞ്ഞിട്ട് വളരെ ആകാംക്ഷാഭരിതമായിട്ടുള്ളൊരു പോയിന്റിൽ വെച്ച് നമ്മൾ ഈ സംഭവം നിർത്തണം. അപ്പോൾ ഇവർക്ക് ഭയങ്കര കൗതുകമാവും ഇത് ബാക്കി കേൾക്കാൻ. അപ്പോൾ നിങ്ങൾ പറയുക ഇപ്പോൾ സമയമില്ല പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ അത് പറയാവുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്നാലും എന്തായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കും. അപ്പോൾ ആ ഒരാഴ്ച എന്ത് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ഇവരിങ്ങനെ ഈ കാര്യം ഓർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നതും കൂടുതൽ നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ബന്ധത്തിൽ ആഴപ്പെടാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ അതൊക്കെ നല്ല വിദ്യകൾ തന്നെയാണ്. അവരുടെ മനസ്സിൽ നമ്മൾ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് നല്ല ഓർമ്മകളും അവർക്ക് നമ്മൾ സമ്മാനിക്കുക. ഇനി മൂന്നാമതായിട്ട് എമിറ്റ് പോസിറ്റിവിറ്റി എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് സമയം ചെലവഴിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു സ്ട്രേഞ്ചർ ആയിക്കൊള്ളട്ടെ, നമ്മളോട് വളരെ ചിരിച്ച് കളിച്ച് കണ്ണിൽ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് നമുക്ക് തോന്നുകയും അയാളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, നെഗറ്റീവായിട്ടുള്ള ഒന്നും നെഗറ്റീവ് അടിക്കാനായിട്ട് നിൽക്കാതിരിക്കുക. നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. കാരണം അയാളെ അവർ നെഗറ്റീവായിട്ട് കാണാൻ തുടങ്ങും, എന്തൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ അവർക്ക് തോന്നും, അത്ര കംഫർട്ടബിളായിട്ട് പിന്നെ ആ വ്യക്തിയെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമ്മളോട് വളരെ ചിരിച്ചും കളിച്ചും പുഞ്ചിരിയോടെയും ആ ഒരു നിഷ്കളങ്കതയോടെയും ഒക്കെ സംസാരിക്കുന്നവർ എത്ര സ്ട്രേഞ്ചർ ആയിക്കൊള്ളട്ടെ, ഒരു പ്രാവശ്യം അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ രീതിയിൽ വളരെ രസകരമായിട്ടൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നമ്മൾ സംസാരിച്ചെന്നിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ നമ്മുടെ തനി സ്വഭാവം പുറത്തെടുക്കാനായിട്ട് തുടങ്ങും, അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങും, ഒരാവശ്യമില്ലാതെ വഴക്കൂടാൻ തുടങ്ങും, അപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ആടി ഉലയാനായിട്ട് തുടങ്ങും. പിന്നെ മറ്റുള്ള അവരും നമ്മളെ വെറുക്കാനായിട്ട് തുടങ്ങും. പക്ഷേ നമ്മൾ എന്നും ഈ ഒരു വൈബ്രൻ്റായിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമ്മളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് എനർജിയാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആരും നമ്മളെ അങ്ങനെ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ അത്രയും സ്നേഹനിധികളായ ഒരാളെ പിന്നെ എങ്ങനെയാണ് അവർക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവർ ഒരിക്കലും